ശരിയാവും. ഗുഡ് മോർണിംഗ് സാറേ. സാറേ ഗുഡ് മോർണിംഗ്. അതെ, നിനക്ക് തോന്നുമ്പോ ഗുഡ് മോർണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ. എന്താ മാഷേ? മിനിഞ്ഞാന്ന് നീ എന്നെ കണ്ടപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു. പറഞ്ഞു. ഇന്നലെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോ ഞാൻ ആദ്യം അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ എന്താ ഇത്? ശ്രദ്ധിച്ചില്ല മാഷേ, അതാ. അതെ, അങ്ങനെ നിനക്ക് തോന്നുമ്പോ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ. ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ പിണങ്ങുന്ന ഈ സുഗതമാശയോട് നീ അല്ലാണ്ട് ഗുഡ് മോർണിംഗ് പറയോ? എന്തൊരു ചൂടാണ് റബ്ബേ, പറയണ്ട. അല്ലാ, പെണങ്ങായി സുഗതനാണ് ആ വരുന്നിട്ടാ, സൂക്ഷിച്ചോളി. അതേ, ഓനാകെ ഇടങ്ങറായിക്ക, ഒന്നും ഉണ്ടാക്കണ്ടട്ടെ. എന്താച്ചാ പറഞ്ഞോട്ടെ, നമ്മള് മറുപടിയേ പറയണ്ട. അല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോരോ സ്ഥിതി. ആ സുഗത, എന്താ പിന്നെ? ഭയങ്കര ചൂട്, നല്ല ചൂട് പറയാനില്ല. ഒരു സർവത്തെടുത്ത്. ആ, എന്താ ഇപ്പൊ പതിവില്ലാണ്ട് ഈ നേരത്തെ ഒരു സർവത്ത്? ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചായ കുടിച്ചില്ല. ആ, എന്തേ? സാധാരണ ഞാൻ എന്ന് 8:30 ഇറങ്ങുന്ന അവൾക്ക് അറിയാം. അല്ല, ഭാര്യ വീട്ടിലില്ല എന്ന് പറഞ്ഞ്? ഭാര്യയല്ല, മരുവള്. അപ്പൊ അവളുടെ അപ്പൊ അവള് എന്ന് 8:15 എനിക്ക് ചായ തരും. ഇന്ന് ചായ ചോദിച്ചപ്പോ ആ സമയത്ത് അവള് കുളിക്കാൻ കയറി. അങ്ങനെ അവളുടെ സൗകര്യത്തിന് ചായ തരുമ്പോ കുടിക്കാനുള്ള ആളല്ലേ. ഒരു ചായ എടുക്കട്ടാ? വേണ്ടതേ, വെയില് ചൂട് കൂടിയില്ലേ, സർവത്തെടുത്താ മതി. സർവത്താവുണ്ട്. എന്നാ ഒരു സർവത്ത് ഇക്കോ എടുത്തോരാകട്ടങ്ങൾ. എന്താ കുമാരന്റെ മറ്റേ തെങ്ങിന്റെ പട്ടാന്റെ കൊടുക്ക് വേണ്ടിട്ട് എടുത്തോണ്ട് അതിന് അതിന്റെ പിണക്കം തീർന്നോ? നിങ്ങൾ ഈ പിണങ്ങി പറയണ എന്താ? കാര്യം പറഞ്ഞ പിണങ്ങല? അല്ല, അങ്ങനെ അവര് പറയാണ് പിണങ്ങിയിട്ട് നടക്കുകയാണ്. പിന്നെ ഞാൻ മിണ്ടാറില്ല, എനിക്ക് പറ്റാത്തവരോട് മിണ്ടില്ല. ആ പട്ട എന്റെ വളപ്പിലേക്ക് വീണു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പട്ട അവ എടുത്തുകൊണ്ടായിക്കോട്ടെ, പക്ഷെ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അത് വേണം. എന്റെ വീടല്ലേ, എനിക്കൊരു വിലല്ലേ? അല്ല, ഒക്കെ ശരി തന്നെ. തൊട്ട അയൽവക്കല്ലേ, ആ നിലക്ക് എടുത്തായിരിക്കും. അല്ല അപ്പൊ വേറെ ഒന്നാവില്ല. മധുര കുറവാണല്ലോ ഒരാകട്ടാ. അല്ല, ഇപ്പൊ ഞാൻ വേനൽക്കാലായതുകൊണ്ട് കുറച്ചതാ. മധുരം അധികം കുടിച്ചാലേ നല്ലതല്ല. നറുനീണ്ടിട്ടിട്ടില്ലേ ഇത്? അത് ആ സർവത്താണ്. വേണ്ടേ? ഞാനല്ല ആദ്യം സർവത്ത് വെച്ച്. അപ്പൊ എനിക്ക് തരേണ്ട മൂപ്പർക്ക് കൊടുക്കാതാണോ എന്റെ ശരി? അല്ല, എന്നാ ഇയ്യ് കുടിച്ചോ, എന്നിട്ട് ഞാൻ കുടിക്കാം. എനിക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട. അത് രാഘവൻ ചെയ്ത് ശരിയായില്ല. എനിക്ക് വേണ്ട അങ്ങടെ സർവത്ത്. അല്ല സുഗത, എന്തപ്പത്? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഇപ്പൊ ഒരു വർത്താനത്തിൽ ഇപ്പൊ നമ്മൾ വല്ലതും പറഞ്ഞോ? അപ്പൊ അവസാനം ഇപ്പൊ അവനൊക്കെ ഒരു കാരണം കിട്ടിയാവുമ്പോ പിടിച്ച്. ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവം. അതാണ് എന്തെന്നാ പറയപ്പ, ഞാൻ ദാഹിച്ചിട്ട് ഇനിയിപ്പൊ നിൽക്കണ്ടതുണ്ടെന്ന് ഇറങ്ങണത്. ഇത് അങ്ങോട്ട് വെച്ചാണ് ഈ അത് വേണ്ടത്. വേണ്ട, അവിടെ വെച്ചോ. അത് ആയിയാൻ തരാട്ടോ, ആയിയാൻ തരാ. അതൊന്നും പ്രശ്നം. ഇനിയിപ്പൊ അതൊക്കെ കുടിച്ചിറങ്ങൂല, അതാ പറഞ്ഞേ. അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പറക്കുന്ന മാഷേ, വിട്ട 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 അങ്ങയുടെ ഓർമ്മകളിൽ ബദാമരം തളിർക്കും, പൂക്കും, കായ്ക്കും. വിട്ട വിട്ട ഓരോ ഇലയും കരയും കരിയും. വിട്ട മാഷേ, വിട്ട ആത്മവിയോഗം ചിതയെരിയുമ്പോഴും. വിട്ട വിട്ട വിട്ട. അല്ല ഉണ്ണി മാഷി, ഈ ആത്മവിയോഗം എന്നെല്ലാം പറഞ്ഞത് റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലേ? മാഷ് സിംബോളിക്കലാണ് കാര്യം. എന്ത് സിംബോളിക്? അതെ, വിടാന്ന് പറയുന്നത്. മാഷേ, എല്ലാവർക്കും ഒരു വിശ്രമ ജീവിതം ഉണ്ടാവുമല്ലോ. സർവീസ് മാഷ് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോ പോലെ തോന്നുന്നു. നമുക്ക് അത്രമാത്രം ആത്മബന്ധമുണ്ടല്ലോ. സത്യം മാഷ്, റിട്ടയർമെന്റിന് മുമ്പേ ഉണ്ണി മാഷി ഒരു കവിത എഴുതിയിട്ടുണ്ട് മാഷിക്ക് തരാൻ വേണ്ടി. അതെ, റിട്ടയർമെന്റ് ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. അതെ, അതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് പോണോ? മാഷേ, മാഷോടൊരു കാര്യം പറയാനുണ്ട്. അതെ, സംസാരിക്കും. മാഷേ, സുഗതം മാഷായിട്ട്
ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, 1-2 കൊല്ലം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നല്ലേ. ആർക്ക് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അല്ല അതിപ്പം അത് വീടിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ നമുക്കതൊരു വിഷമായിട്ട് നിൽക്കും മാഷേ. സുഗതം മാഷയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഈ സുഗതം മാഷോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും ഇല്ല. എന്തോ ഒരു കാരണം ഉണ്ടാവൂലേ? ഉണ്ട്, കാരണമുണ്ട്, എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാനും നിൽക്കണത്. മാഷേ ആ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഒന്നിച്ച് വീടിന്ന് അടിപൊളിയായിട്ട് രസക്കരായിട്ട് ഇന്ന് പിരിയണം മാഷ്, സന്തോഷത്തോടെ. സത്യം പറഞ്ഞ എൻ്റെ ഉണ്ണിമാഷെ, ഈ സുഗതം മാഷ് എന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് തന്നെ 1 വർഷം കഴിഞ്ഞിട്ടാ. അത് കോടിയിലെ ഉണ്ണിമാഷേ, നീ ക്ലാസ്സിനെ പോട്ടെ. പക്ഷേ മാഷേ നമ്മൾ സ്കൂൾ വാർഷികവും സത്യം മാഷ യാത്രയപ്പം നമുക്കൊരു ഗംഭീരാക്കണം. അതിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് ഉണ്ടായത്. അല്ല മാഷേ, പിന്നെ മാഷേ പാവം പെട്ടെന്ന് റിട്ടയർമെൻറ്റ് പെട്ടെന്നായി പോയല്ലോ തോന്നുന്നു. ഇത്രയും നമ്മൾ ഒന്നിച്ച് നിന്നല്ലേ. അപ്പോൾ പിന്നെ മാഷും സുഗതമാഷും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ കുറേ ആയി ഇങ്ങനെ മിണ്ടാണ്ടിക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യമല്ലേ, അത് പിണക്കം തീർന്നിട്ട് പോണം മാഷ് നമുക്ക്. നിസ്സാരമായ പ്രശ്നം നിങ്ങളോട് ആരാ പറഞ്ഞത്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് തുടങ്ങിയ വിഷമാണ് എനിക്ക്. എല്ലാവരുടെ മുമ്പിലും ഞാൻ അവഹേളിക്കപ്പെട്ടു. അത് പോട്ടെ, അതെൻ്റെ വ്യക്തിപരമായ കാര്യം. എനിക്കറിയേണ്ട അതല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാ ചിരിച്ചത്? ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ കുറേ സഹിക്കണു. ഇന്ന് രാവിലെ തന്നെ അച്ഛൻ എന്തും ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് പറയാ പിണങ്ങിപ്പോയത്. ഞാൻ കുളിച്ചിറങ്ങാനായിട്ട് 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് വൈകിയാണ് അച്ഛൻ ചായം കുടിക്കാണ്ട് പൊതിഞ്ഞു വെച്ച് ചോറ് എടുക്കാണ്ട് ഒറ്റപ്പോക്കങ്ങ് പോയത്. നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം. ഈ പഞ്ചായത്തിലാകെ അച്ഛനായിട്ട് സൗഹൃദമുള്ളത് നമ്മുടെ ആ കോയക്കാക്ക് മാത്രമാണ്. ഇനി അയാളെ എന്താണോ ഓർപ്പിക്കണം? അയാളെ വെറുപ്പിക്കാഞ്ഞിട്ടല്ല, അയാൾ അച്ഛനെ തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് എന്തായാലും അത്ര വലിയ മനസ്സൊന്നുമില്ല സഹിച്ചു നിൽക്കാനായിട്ട്. നീ എന്നെ മനസ്സിലാക്ക്. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ലേ? ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് നിന്നെ കുറ്റപ്പെടുത്തണില്ലല്ലോ. അച്ഛനെ ഏട്ടനല്ലല്ലോ, ഞാനല്ല സഹിക്കണത്. ഏട്ടന് രാവിലെ ഇറങ്ങിപ്പോയാതല്ലോ. അതേ, അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നേ. അച്ഛനിത് എന്ത് കളിയാ കളിക്കണത്? എന്തിനാ അവളോട് നിന്ന് പിണങ്ങിയത്? എനിക്ക് കൃത്യസമയത്ത് ചായ തരണത് അവൾക്കറിയില്ലേ? ആ സമയത്ത് നോക്കിയിട്ട് അവള് ബാത്റൂമിൽ കയറിയത് എന്തിനാ? അച്ഛൻ എന്തൊക്കെ ഈ പറയണത്? 5 മിനിറ്റ് അല്ലേ ഞാൻ വൈകുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ചായയും ചോറും എല്ലാം പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടണല്ലേ? എന്നോട് പറയണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയാം, അവന്റെ മുഖത്ത് നോക്കിയിട്ടല്ല. ഇനി അതും കൂടെ പറഞ്ഞ് പിണങ്ങിയിട്ട് എഴുന്നേറ്റ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. വെറുതെ ഇങ്ങനത്തെ സ്വഭാവം വെച്ചോണ്ടിരുന്നിട്ടാണ് അമ്മ എന്നെ ഇട്ടുകൊണ്ട് തറവാട്ടിലേക്ക് പോയത്. എനിക്ക് അമ്മയില്ലാതെ ആക്കി. ഇനി എന്റെ ഭാര്യയും അവള് പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. എന്തിനാ അച്ഛൻ ഇങ്ങനെ പിണങ്ങണ? എന്തൊരു പിണക്കമാണ് ഇത്? എനിക്ക് പറ്റാത്ത കണ്ടാ ഞാൻ പിണങ്ങും. ഞാനൊരു കാര്യം പറയാ, അച്ഛൻ്റെ ഈ സ്വഭാവം ശരിയല്ല കേട്ടാ. എന്താ പറഞ്ഞ്? അച്ഛൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്ന്. എന്റെ സ്വഭാവം ശരിയല്ല? അല്ല. ആ, സമാധാനായി, ഇന്നത്തേക്കുള്ളതായി. ഇനി ആ വാതലിനോട് പിണങ്ങും. അതെ, നിങ്ങള് വല്യച്ഛനെ ആരാന്ന് വെച്ചാൽ വിളിച്ച് മര്യാദക്ക് പറഞ്ഞെന്താന്ന് നന്നാക്കാൻ നോക്ക്. എനിക്ക് വയ്യ സഹിച്ചോണ്ടിരിക്കാനായിട്ട്. അറിയാല്ല, അമ്മ പോയോലെ ഞാൻ പോവും. ഞാൻ വെറുതെ പറഞ്ഞോണ്ട് നിൽക്കില്ല, ഞാൻ പോവും. നീ സമാധാനപ്പെട്. ഞാൻ വല്യച്ഛനെ വിളിക്കാം. വിളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. വല്യച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും. പുള്ളി മിലിറ്ററിയിലൊക്കെ അല്ലേ, എന്തെങ്കിലും പറഞ്ഞത് ബോധ്യപ്പെടുത്തട്ടെ. നീ അപ്പ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കുഴപ്പമുണ്ട് ഇവിടെ? ഞാൻ പോവോ എന്തായാലും. പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛന് വിഷം കൊടുത്തു കൊല്ലാൻ പറ്റൂ?